അതേസമയം ചെറുവാടി ഗ്രൗണ്ട് വിഷയത്തിൽ എംഎൽഎയുടെ പിടിപ്പുകേടിന് ഗ്രാമപഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. ഗ്രൗണ്ട് മാസങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുകയോ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യാത്ത എംഎൽഎയുടെ നടപടിക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചപ്പോൾ വിഷയം ഗ്രാമപഞ്ചായത്തിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. കൊടിയത്തൂർ പഞ്ചായത്തിലെ നിരവധി പേരുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുന്ന ചെറുവാടി ഗ്രൗണ്ട് മാസങ്ങളായി ഉപയോഗശൂന്യമായി കിടന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുകയോ വിഷയത്തിൽ ഇടപെടുകയോ ചെയ്യാത്ത സ്ഥലം എംഎൽഎയുടെ നടപടിക്കെതിരെ ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ വിഷയം ഗ്രാമപഞ്ചായത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള CPMൻ്റെയും DYFIയുടെയും ശ്രമം ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു പറഞ്ഞു. ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി കവിലട റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി ബദൽ റോഡ് സംവിധാനം ഗ്രൗണ്ടിലൂടെ ഒരുക്കിയതിനാൽ ഒരു വർഷത്തോളമായി ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം കരാർ കമ്പനിക്കാണ്. പൊതുമരാമത്ത് അധികൃതരുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി തവണ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. MLAക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഗ്രൗണ്ട് പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ അതിനായി ചെറുവിരലനക്കാതെ വിഷയം പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ഗ്രൗണ്ട് നവീകരണത്തിന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഒരറിയിപ്പും ഇതുവരെ പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ അതേപോലെ വീതം നൽകാൻ താരതമ്യേന വരുമാനം കുറഞ്ഞ കൊടിയത്തൂർ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകൾക്ക് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നും എന്നാലും പഞ്ചായത്തിൻ്റെ കഴിവിനനുസരിച്ച് തുക അനുവദിക്കാൻ ഭരണസമിതി തയ്യാറാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. സത്യാവസ്ഥ ഇതായിരിക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള CPMൻ്റെയും DYFIയുടെയും ശ്രമം ജനങ്ങൾ തള്ളിക്കളയുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.